ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് നമ്മുടെ കാലി ലിനക്സ് മെഷീൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മളെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എനിക്ക് ഡൗട്ട് വയ്ക്കുന്നുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ചാനൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് എൻ്റെ ഉബുണ്ടു മെഷീനിലാണ്. നമ്മൾ ലിനക്സ് അല്ല യൂസ് ചെയ്യുന്നത്. കാൾ ലിനക്സിലും ഏത് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഓൾമോസ്റ്റ് ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്തും ഈ സെയിം സ്റ്റെപ്പ് ത്രൂ തന്നെയാണ് നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ടൈം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ നമ്മുടെ വിൻഡോസിൽ എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഡയറക്റ്റ് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നമ്മൾ .exe ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വിൻഡോസിൽ നമ്മൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ ലിനക്സിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ മെയിൻലി നമ്മളെ സിസ്റ്റത്തിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ടെർമിനൽ ത്രൂ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, സോ ടെർമിനൽ ത്രൂ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ജസ്റ്റ് ഞാൻ വലുതാക്കട്ടെ ഇത് ടെർമിനൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ ടെർമിനൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് APT പിന്നെ സ്നാപ്പും. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടെർമിനലിൽ പോയിട്ട് APT എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. APT കമാൻഡ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ യൂസ്ഫുൾ കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. APT എന്താണെന്ന് വെച്ചാൽ ഒരു പാക്കേജ് മാനേജറാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലിനക്സിൻ്റെ അകത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷനോ ഒരു കാര്യമോ ഇൻസ്റ്റാൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ APT എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കമാൻഡാണ് സ്നാപ്പ്. ഓക്കെ, സ്നാപ്പും എക്സാക്ട്ലി സെയിം തന്നെയാണ്. പാക്കേജസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് സ്നാപ്പ്. സോ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ എനിക്ക് ഗിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് എനിക്ക് വേണ്ട. ഇതെനിക്ക് ഡൗൺലോഡ് ചെയ്യണം. സോ ഞാൻ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് sudo apt install ഏത് ആപ്ലിക്കേഷനാണോ പേര് അതിവിടെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ സബ് ഫൈൻഡർ, ഇതൊരു നമ്മൾ ഹാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. സോ സബ് ഫൈൻഡർ എന്നുള്ള ടൂളാണ്. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് സെർച്ച് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് പാസ്വേഡ് കൊടുക്കും. ഇതെന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ sudo കൊടുത്തുകൊണ്ടാണ്. ഇല്ല ജസ്റ്റ് apt ഇൻസ്റ്റാൾ സബ് ഫൈൻഡർ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങളെപ്പോഴും sudo കൊടുത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി പെർമിഷൻ കാര്യങ്ങളൊക്കെ ടൂളിന് കിട്ടും. നല്ല സ്മൂത്തായിട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ആ ഒരു ടൈമിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ഇവിടെ അനേബിൾ ടു ലൊക്കേറ്റ് പാക്കേജ് സബ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടൊരു എറർ മെസ്സേജാണ് വരുന്നത്. മേ ബി ഈ ഒരു APT പാക്കേജ് മാനേജറിൻ്റെ അകത്ത് ഈ ഒരു സബ് ഫൈൻഡർ എന്ന് പറഞ്ഞ ടൂൾ കാണില്ല, അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ റിമൂവ് ചെയ്ത ഇഷ്യൂ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ വേറെ ഒരു ടൂൾ, ഫോർ എക്സാമ്പിൾ ഗിറ്റ് ഇവിടെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം റീഡിങ് പാക്കേജ് ലിസ്റ്റ്. ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ബാക്കെൻഡിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഗിറ്റ് ഇൻസ്റ്റാൾ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഗിറ്റ് ഈസ് ഓൾറെഡി ഇത് ന്യൂവസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇനി ഒന്നുമില്ല, അപ്ഗ്രേഡ് ചെയ്യില്ല, ഇൻസ്റ്റാൾ ചെയ്യില്ല, റിമൂവ് ചെയ്യാനോ ഒന്നുമില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ടെർമിനൽ ഈ ഒരു രീതിയിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നത്. സോ നെക്സ്റ്റ് ഇപ്പോൾ വേറെ ഒരു ടൂൾ പറയാനാണെങ്കിൽ പെട്ടെന്ന് മൈൻഡിലോട്ട് ഒരു ടൂൾ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഹാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സബ് ലിസ്റ്റർ. ഓക്കെ, സബ് ലിസ്റ്റർ ഒരു ടൂളാണ്. സോ അതും അവൈലബിൾ അല്ല. നെക്സ്റ്റ് വേറെ ഏതുണ്ട്? ഓക്കെ, DER സെർച്ച് എന്ന് പറഞ്ഞ ടൂള്. സോ അതും എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. വേറെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് DIR സെർച്ച് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഒന്നേന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. sudo apt remove
dir search ഇത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു dir search എന്ന് പറയുന്ന ടൂൾ റിമൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക, യെസ് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മളെ ആ ഒരു പാക്കേജിൻ്റെ അകത്തു നിന്ന് നമ്മുടെ apt പാക്കേജിൽ നിന്ന് dir search റിമൂവ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഓക്കെ, സോ കമാൻഡ് dir search നോട്ട് ഫൗണ്ട്. അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ ഈ ഒരു കമാൻഡ് അടിച്ചാൽ മതിയെന്ന് ഇവിടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. സോ ജസ്റ്റ് കോപ്പി ചെയ്യുക, അതിനുശേഷം ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞുതരാം. ജസ്റ്റ് Ctrl+Shift+V. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു പാക്കേജിൻ്റെ അകത്തുനിന്ന് ആ ഒരു dir search എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഡൗൺലോഡ് ഇൻസ്റ്റാളായി. സോ കംപ്ലീറ്റ്ലി കഴിഞ്ഞു, ഇവിടെ എററും കാര്യങ്ങളൊന്നും വന്നില്ല. സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു dir search എന്ന് പറഞ്ഞ ടൂൾ ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. സോ ജസ്റ്റ് നമ്മൾ വന്നിട്ട് dir search എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഓക്കെ, സോ ഈ നമ്മുടെ URL ടാർഗറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വന്നു. ലൈക്ക് നമ്മളെ നേരത്തെ എറർ മെസ്സേജ് നോട്ട് ഫൗണ്ട് ആണ് വന്നത്, ബട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, അതാണ് ഇങ്ങനത്തെ മെസ്സേജ് വന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇതിൽ നമുക്ക് apt യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്നാപ്പ്. ഓക്കെ, അതിന് വേണ്ടി ജസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ സ്നാപ്പ് ഇൻസ്റ്റാൾ ഏത് ടൂളാണോ വേണ്ടത് അത് ജസ്റ്റ് കൊടുക്കുക. ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നത് ഇത്രേ ഉള്ളൂ. നോർമലി ഈ sudo apt ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് സ്നാപ്പും, അതും ഈ ഒരു രീതിയിൽ ഇൻസ്റ്റാൾ ആവും. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കമാൻഡ് അടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോബ്ലം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഈ apt-ലും സ്നാപ്പിലൊന്നും ഇല്ലാതെ എക്സ്റ്റേണൽ ആയിട്ടൊരു ടൂൾ നമ്മൾ ഗിറ്റ്ഹബിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരുന്ന ഇഷ്യൂസ്. സോ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ apt യൂസ് ചെയ്തിട്ടും സ്നാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും എങ്ങനെയാണ് നമ്മളെ സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് ആപ്ലിക്കേഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഗിറ്റ്ഹബിൽ നിന്ന് ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ലൈക്ക് നമുക്ക് നമ്മുടെ ഹാക്കിങ്ങിനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് കുറേ ടൂൾസൊക്കെ നമ്മളെ ഇതുപോലത്തെ സെക്യൂരിറ്റി റിസർച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരതിന് ശേഷം അവരുടെ ഗിറ്റ്ഹബിൻ്റെ അകത്തായിരിക്കും ഈ ഒരു ടൂൾസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഗിറ്റ്ഹബിൽ നിന്ന് വേണം ഈ ഒരു ടൂൾസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളെ ബ്രൗസറിന് ലൈക്ക് നിങ്ങളെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഗിറ്റ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. ഗിറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഗിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് ഗിറ്റ്. സോ ഗിറ്റിൻ്റെ അകത്ത് യൂസേജും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഗിറ്റ് കമാൻഡ് ലൈക്ക് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഇൻസ്റ്റാൾ ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ പോയിട്ട് sudo apt ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് ഇങ്ങനെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കമാൻഡ് ലൈക്ക് ആ ഒരു ഗിറ്റ് എന്ന് പറയുന്ന ആ ഒരു പാക്കേജ് നമ്മളെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആകും. സോ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ഗിറ്റ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ലൈക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഏത് ടൂളാണ് നമ്മൾ സബ് ലിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൂൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ സബ് ലിസ്റ്റർ എന്ന് നിങ്ങൾ ബ്രൗസർ സെർച്ച് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ടൂള്. ഇവിടെ നിങ്ങൾക്ക് കാളി ലിനക്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാം. കാളി ലിനക്സിൽ ഈ ഒരു ടൂൾ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ച ഓൾമോസ്റ്റ് കുറേ ടൂൾസൊക്കെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ കാളി ലിനക്സിൻ്റെ അകത്തുണ്ട്. ഞാൻ ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം എനിക്ക് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതുപോലെ കാളി ലിനക്സിനായാലും ഒരുപാട് ടൂൾസ് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഗിറ്റ്ഹബിൽ നിന്ന്. സോ അതിലും ഈ ഒരു എക്സാക്ട് സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സബ് ലിസ്റ്ററിൻ്റെ ഒഫീഷ്യൽ ഗിറ്റ്ഹബ് പേജ് ഇതാണ്. സോ നിങ്ങൾ അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു ഒഫീഷ്യൽ പേജിൽ പോയിട്ടുണ്ട്. സോ ഇവിടെ താഴോട്ട് പോകുന്ന ടൈമിൽ എല്ലാ ടൂളിൻ്റെയും താഴെ നിങ്ങൾക്ക് readme.md എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ലൈക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, സെറ്റപ്പ് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്. ലൈക്ക് ഗിറ്റ് ക്ലോണ് ആ ഒരു URL എന്ന് പറഞ്ഞിട്ട്. സോ ബേസിക്കലി ഈ ഒരു URL എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് ലൈക്ക് സം കേസസ് അവർ ആ ഒരു റീഡ്മിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു ടൈമിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടൂൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് സബ് ലിസ്റ്റർ. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു റെപ്പോസിറ്ററിയിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലോൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഗിറ്റ് അതിനുശേഷം
ക്ലോണ്, അതിനുശേഷം ഇവിടെ ഒരു URL നമ്മൾ കൊടുക്കണം ഇത് ക്ലോൺ ചെയ്യേണ്ട. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ ബിഗിനർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു URL കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും. സോ അതല്ല കോപ്പി ചെയ്യേണ്ടത്. ഈ ഒരു URL കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇവിടെ വരുമ്പോൾ കോഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് HTTPS കാണും, GitHub CLI കാണും. സോ ഇതല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, HTTPS തന്നെ നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കോപ്പി സിമ്പിൾ കാണാം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യും. ഇതാണ് നമ്മൾ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടത് ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് സിപ്പ് ഫയലായിട്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് അൺസിപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഞാൻ ഡയറക്റ്റ് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണ് പോവേണ്ടത് ലൈക്ക് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ എൻ്റെ കേസിൽ ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് സെക്ഷനിലോട്ടാണ് ഞാൻ ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് CD ഡെസ്ക്ടോപ്പിലാണ് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് CD ഡെസ്ക്ടോപ്പ് അടിക്കുന്ന ടൈം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് ഫോൾഡറിലാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിറ്റ്, അതിന് മുമ്പ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് LS അടിച്ച് കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു റെപ്പോസിറ്ററി ക്ലോൺ ചെയ്യാൻ, ഈ ഒരു ടൂൾ ക്ലോൺ ചെയ്യാൻ പോകുന്നു. സോ അതിന് വേണ്ടി ജസ്റ്റ് ഗിറ്റ് ക്ലോൺ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു URL ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുന്ന ടൈമിൽ ഇവിടെ അത് ക്ലോൺ ചെയ്യും. ഓൾമോസ്റ്റ് അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ക്ലോൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ LS അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സബ്ലിസ്റ്റർ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡയറക്ടറിയും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൂൾ നമ്മൾ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നിങ്ങൾക്ക് താഴോട്ട് പോയിട്ട് വായിച്ചു കാണാം ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ആയി ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ഡിപ്പെൻഡൻസി ആവശ്യമുണ്ട്, ലൈക്ക് റിക്വസ്റ്റ്, DNS പൈത്തൺ, അതുപോലെ ആർക്ക് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡിപ്പെൻഡൻസി നമുക്ക് ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ അവർ തന്നിട്ടുണ്ട് ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ഓൺ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾ ഓൺ ലിനക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമാൻഡ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ലിനക്സിൻ്റെ അകത്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു കമാൻഡാണ് റൺ ചെയ്യേണ്ടത് നെക്സ്റ്റ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഈ ഒരു രീതിയിലായിരിക്കില്ല എല്ലാ ടൂളും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യം തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കി വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇത് ലൈക്ക് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് എല്ലാം കറക്റ്റാണ്, പക്ഷേ ഈ ഒരു ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് വായിച്ച് നോക്കിയിട്ട് വേണം മനസ്സിലാക്കി. സോ നെക്സ്റ്റ് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ജസ്റ്റ് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം എനിക്കൊരു എറർ മെസ്സേജ് വന്നു, requirement.txt ഇല്ല എന്നുള്ള കാര്യം. അതെന്തുകൊണ്ടാണ് വരുന്നത്? ലൈക്ക് നമ്മൾ മുമ്പ് ചെയ്ത ബർപ്സ്യൂണിൻ്റെ ട്യൂട്ടോറിയലും എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഡയറക്റ്റ് നമ്മൾ ആ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തു, അൺസിപ്പ് ചെയ്തു, എന്നിട്ട് സെയിം ഫോൾഡറിൽ തന്നെ വന്നിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്തു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ ഒരു ഫോൾഡർ ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഡെസ്ക്ടോപ്പാണ്, ബട്ട് ഈ ഒരു കമാൻഡ് റൺ ആവണമെങ്കിൽ നിങ്ങൾ ഈ സബ്ലിസ്റ്റർ എന്ന് പറയുന്ന ഡയറക്ടറിക്ക് അകത്ത് പോയിട്ട് വേണം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CD ഏത് ഡയറക്ടറിയാണ് പോകേണ്ടത്, സബ്ലിസ്റ്റർ, അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഇപ്പോൾ സബ്ലിസ്റ്റർ എന്ന് പറയുന്ന ഡയറക്ടറി അകത്തായി. സോ ഇവിടെ വേണം നമ്മൾ വന്നിട്ട് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. ലൈക്ക് ഇവിടെ ആയിരിക്കും ആ requirement.txt എന്ന് പറയുന്നിട്ട് ആ ഒരു ഫയലുള്ളത്. സോ നിങ്ങൾ ആ ഒരു ബർപ്സ്യൂട്ടിലും ചെയ്യേണ്ട സെയിം സ്റ്റെപ്പാണ്. ആ അൺസിപ്പ് ചെയ്തിട്ട് ആ ഫോൾഡറിൻ്റെ അകത്ത് പോയതിന് ശേഷമാണ് ബാക്കിയുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ requirement.txt മാത്രമല്ല ഇവിടെ ഇതിൻ്റെ അകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫയലും നിങ്ങൾക്ക് ഇവിടെ കാണാം. ലൈക്ക് ബ്രൂട്ട്, അതുപോലെ .git ignore, ലൈക്ക് അത് വരില്ല. ബട്ട് അല്ലാതെ ലൈസൻസ്, പിന്നെ manifest.in, readme.md, ഓൾമോസ്റ്റ് എല്ലാ ഫയലും ഇവിടെ തന്നെ ക്ലോണായിട്ട് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത ആ ഒരു കമാൻഡ് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ എൻ്റെ കേസിൽ ഓൾറെഡി ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾഡ് ആണ്. ലൈക്ക് ആർഗ് ഫ്രേസ് ആയാലും
DNS പൈത്തൺ ആയാലും എല്ലാം തന്നെ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇൻസ്റ്റാൾ ആവാത്തത്. നിങ്ങൾക്കാണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ആവുന്ന ആ ഒരു സ്റ്റെപ്പായിരിക്കും വരുന്നത്, ജസ്റ്റ് ലോഡ് ആവുന്ന രീതിയിൽ. അത് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആണല്ലോ, ജസ്റ്റ് ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ആയോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് ഇവിടെ താഴോട്ട് പോകുമ്പോൾ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ കാണാം യൂസേജ് ഓപ്ഷൻസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കമാൻഡ് python sublister.py-h. ഓക്കെ, ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ബേസിക്കലി ഇത് പൈത്തൺ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ടൂളാണ്. അതുകൊണ്ടാണ് പൈത്തൺ വച്ച് തന്നെ നമ്മൾ റൺ ചെയ്യുന്നത്. സോ എൻ്റെ കയ്യിൽ പൈത്തൺ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ റെഡ് കളർ കത്തിയിരിക്കുന്നത്. സോ എൻ്റെ ഒരു പൈത്തൺ 3 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ പൈത്തൺ ഏതാണ്, പൈത്തൺ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ റൺ ചെയ്യാം, ഇല്ലെങ്കിൽ പൈത്തൺ 3 വെച്ച് റൺ ചെയ്യാം. അത് രണ്ടും ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ sudo apt install python കൊടുത്തിട്ട് നിങ്ങൾക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മളെ ടൂൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ആണ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗിറ്റ്ഹബിൽ നിന്ന് നമ്മൾ ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്, python sublister -d ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. അതിനുശേഷം നമ്മുടെ ഡൊമെയിൻ നെയിം ഇവിടെ കൊടുക്കുക, google.com. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഗിറ്റ്ഹബിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാം, ചെറിയ രീതിയിലെങ്കിലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ സബ്ലിസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഹാക്കിംഗ് ടൂൾസോ അല്ലെങ്കിൽ അല്ലാത്ത വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനോ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. കാര്യം നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു രീതിയിൽ പറഞ്ഞ കാര്യം മനസ്സിലാവൂ. സോ ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ, അതുപോലെ എന്തെങ്കിലും എറർ മെസ്സേജ് വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാൻ, നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഹാക്കിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബേസിക്കായിട്ട് വേണ്ട ഒരു സ്കില്ലാണ് റിസർച്ച് ചെയ്യുക, അതുപോലെ പ്രോബ്ലം സോൾവിങ്. ഒരുപാട് എറർ മെസ്സേജ് നമ്മൾ ഹാക്കിംഗ് ചെയ്യുന്ന ടൈമിൽ വരാം, ടൂൾ റൺ ചെയ്യുന്ന ടൈമിൽ വരാം. സോ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഗൂഗിൾ ത്രൂ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് എന്തായാലും വേണ്ട ഒരു കാര്യമാണ് ഹാക്കിങ്ങിന്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ അവർക്കും കൂടെയൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു വീഡിയോ. സോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.